ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. 33 പിയോ ദിനങ്ങൾ, 4-ാം ദിവസം. ബ്രദർ പിയോ എങ്ങനെ രൂപപ്പെടുന്നു, അഥവാ ഫ്രാൻസിസ്കോ ബ്രദർ പിയോയായി മാറിയത് എങ്ങനെ? ഇതൊരു ഒരു പരിണാമത്തിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ ഒരു വ്യക്തി മറ്റൊരാളായി മാറാനായിട്ടുള്ള ആദ്യത്തെ ചുവടുവെപ്പിൻ്റെ ആ ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1903 ആണ്ട് ജനുവരി മാസം 6-ാം തീയതി ഫ്രാൻസിസ്കോ അതിരാവിലെ ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കുകൊണ്ടു ഭക്തിപൂർവ്വം അനുഗ്രഹം വാങ്ങി സാൽവത്തോറോ എന്ന് പറയപ്പെടുന്ന തൻ്റെ ഇടവക വികാരിയുടെ പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ച് തിരികെ വീട്ടിലെത്തി. എല്ലാ ഒരുക്കങ്ങൾക്കും ശേഷം മാതാപിതാക്കളോട് യാത്ര ചോദിച്ച് പോവുകയാണ്. ഗ്രാസിയോടും ജോസഫായോടും യാത്ര ചോദിച്ച് പോവുകയാണ്. അദ്ദേഹം ഒരു കപ്പുച്ചിൻ ആശ്രമത്തിലേക്ക് ചേരാനാണ് പോകുന്നത്. പിയത്രൽചീനയിൽ നിന്നും 30 കിലോമീറ്റർ അപ്പുറമുള്ള മാർക്കോണെ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ കപ്പുച്ചിൻ ആശ്രമത്തിലാണ് അദ്ദേഹം ചേർന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹം യാത്ര തിരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഓരോരുത്തരുടെയും അരികിൽ ചെന്ന് യാത്ര പറയുന്ന ആ രംഗം ഗ്രന്ഥകർത്താക്കൾ വളരെ ഹൃദയസ്പർശകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് വിശുദ്ധരെക്കുറിച്ച് കാണുന്നുണ്ടെങ്കിലും ആധുനിക കാലഘട്ടത്തിലെ വിശുദ്ധനായ പാദ്രെ പിയോയുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്നും സമർപ്പിത ജീവിതത്തിലേക്ക് പോകുമ്പോൾ, സന്യാസത്തിലേക്ക് പോകുമ്പോൾ, സന്യാസത്തെ ഏറെ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടും കുടുംബത്തോടുള്ള ആ സ്നേഹം പറിച്ചു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അകന്നു നിന്നുകൊണ്ട് പോകാനായിട്ട് പാദ്രെ പിയോയുടെ ഉള്ളുകൊണ്ടുള്ള വേദന നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. കാരണം പാദ്രെ പിയോ ഫ്രാൻസിസ്കോ കുടുംബവുമായിട്ട് അത്ര കണ്ട് ഗാഢമായ സ്നേഹത്തിലായിരുന്നു. അതിനേക്കാൾ സ്നേഹം കർത്താവിനോടുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും എല്ലാ സമർപ്പിതരും സമർപ്പിത ജീവിതത്തിലേക്ക് കുടുംബത്തെ വിട്ടുവീഴ്ച ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെയൊക്കെ ഒരു വ്യക്തമായ അവതരണം എന്ന രീതിയിൽ പാദ്രെ പിയോയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതകഥ എഴുതി വയ്ക്കുമ്പോൾ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. പാദ്രെ പിയോ ഓരോരുത്തരോടും യാത്ര പറയുന്നു. അപ്പനോട്, അമ്മയോട് ഒക്കെ യാത്ര പറയുകയാണ്. അമ്മയോട് യാത്ര പറയുമ്പോൾ പാദ്രെ പിയോ തന്നെ തൻ്റെ വാക്കുകളിൽ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്: ആ നിമിഷങ്ങളിൽ എൻ്റെ അമ്മ വളരെയധികം വേദനിച്ചു. ഞാൻ യാത്ര ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്നും സ്മരിക്കുന്നു. മോനെ, ഹൃദയം നുറുങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എങ്കിലും സാരമില്ല, വിശുദ്ധ ഫ്രാൻസിസ് നിന്നെ വിളിച്ചിരിക്കുകയാണല്ലോ, നീ തീർച്ചയായും യാത്ര തിരിക്കുക. അമ്മയ്ക്ക് നല്ല വേദനയുണ്ട്, നല്ല വിഷമമുണ്ട്, എന്നിട്ടും മകനെ യാത്രയാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ഫ്രാൻസിസ്കോ യാത്ര തിരിക്കുന്നു. ഫ്രാൻസിസ്കോയുടെ ഈ യാത്ര മർക്കോണെ ആശ്രമത്തിൽ എത്തിച്ചേരുമ്പോൾ വലിയ അനുഗ്രഹപൂരിതമായ ഒരു കാഴ്ച അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ചെന്ന് ആശ്രമത്തിന് മുമ്പിൽ ചെന്ന് മണിയടിച്ച് കാത്തു നിൽക്കുകയാണ് ആശ്രമത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി. ആശ്രമത്തിൻ്റെ വാതിൽ മെല്ലെ തുറക്കുന്നു. അദ്ദേഹം കാണുന്ന കാഴ്ച, തന്നെ സ്വീകരിക്കാനായിട്ട് ആശ്രമ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നതായിരുന്നു അത് ബ്രദർ കാമിലോയാണ്, കാമിലോ കപ്പുച്ചിൻ. ആരുടെ രൂപവും സ്വഭാവവും രീതികളും കണ്ടിട്ടാണോ ഫ്രാൻസിസ്കോ ഒരു കപ്പുച്ചിൻ സന്യാസിയാകാനായിട്ട് ആഗ്രഹിച്ചത്, അതേ വ്യക്തി തന്നെ സ്വീകരിക്കാനായിട്ട് വാതിൽ തുറന്ന് ആശ്രമത്തിന് പുറത്തേക്ക് വരുന്നു. യാദൃശ്ചികമായൊരു സംഭവം നമുക്ക് തോന്നാമെങ്കിലും ദൈവം നിയോഗിച്ച് ഏൽപ്പിച്ചൊരു സംഭവമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ദൈവം വിഭാവന ചെയ്ത ഒരു സംഭവമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. കാമിലോ ആ കുടുംബത്തിൽ നിന്നും വളരെ വേദനയോടുകൂടി ആശ്രമത്തിൽ എത്തിച്ചേരുന്ന ഫ്രാൻസിസ്കോയ്ക്ക് ഒരുപക്ഷെ ആശ്വാസവും പ്രചോദനവും ശക്തിയും സന്തോഷവും ഒക്കെ നൽകാൻ വേണ്ടിയായിരിക്കണം ദൈവം കാമിലോയെ കൊണ്ട് ആ വാതിൽ ഉറപ്പിച്ചതെന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കാമിലോ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഫ്രാൻസിസ്കോ കാമിലോയുടെ ആ സ്വാഗതം ഏറ്റുവാങ്ങിക്കൊണ്ട് ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ വ്യക്തിയെ കണ്ടിട്ടാണല്ലോ ഞാൻ സന്യാസം ആഗ്രഹിച്ചത്. ആ വ്യക്തിയോടൊപ്പം അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഫ്രാൻസിസ്കോ അവിടെ സന്യാസ ആശ്രമത്തിൽ ചേർന്നതിന് ശേഷവും ഹൃദയം നിറച്ച് കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ വേദനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗ്രഹാതുരത്വം എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഹോം സിക്നെസ് എന്നൊക്കെ നമ്മൾ ഉദാഹരണം പറയാറുണ്ട്. വീട്ടിൽ നിന്നൊക്കെ വന്നിട്ട് വീടിനെക്കുറിച്ചുള്ള ചിന്തകളും
അവിടെ മാതാപിതാക്കളോട് സഹോദരങ്ങളോടൊക്കെയുള്ള സ്നേഹവും ഒക്കെ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ആശ്രമത്തിലൊരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്രഹാതുരത്വം അനുഭവപ്പെടുന്നുണ്ടോ? വീടിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴെങ്കിലും വിഷമിക്കാറുണ്ടോ? അപ്പോൾ ഫ്രാൻസിസ്കോ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ മറുപടി പറഞ്ഞിങ്ങനെയാണ്, ഇല്ല, വീട് വിട്ട് സന്യാസത്തിൽ ചേർന്നതിനെക്കുറിച്ച് യാതൊരു ഖേദവും എനിക്കില്ല. ഫ്രാൻസിസ്കോ മറുപടി നൽകി. എങ്കിലും മാതാപിതാക്കളെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തെ ഇടയ്ക്കിടെ വേദനിപ്പിച്ചിരുന്നു. ആ വേദന അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനയുണ്ട്, അവരോടൊപ്പം ആയിരിക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിൽ വേദനയുണ്ടെന്ന് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തനായൊരു വിശുദ്ധനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഫ്രാൻസിസ്കോയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും അവരെ ഓർക്കുമ്പോൾ ഒക്കെയും ഫ്രാൻസിസ്കോയുടെ കണ്ണ് നിറയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ പറയപ്പെടുന്ന കുടുംബത്തോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പിയത്രൽസിനയിലെ പാദ്രെ പിയോ തുടങ്ങി എല്ലാ സമർപ്പിതരും അവരുടെ വീട് വിട്ട് ഇറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു പച്ചയായ മനുഷ്യൻ, പാദ്രെ പിയോ, ഫ്രാൻസിസ്കോ എന്ന് പറയപ്പെടുന്ന ഒരു പച്ചയായ മനുഷ്യൻ. ഇത് വലിയ വലിയ അനുഗ്രഹപൂരിതമായ ദൈവവിളിയാൽ ഒരു വേദനയും ഇല്ലാതെ, ഒരു വിഷമവും ഇല്ലാതെ, വളരെ നിസ്സാരമായിട്ട് കണ്ട് കുടുംബത്തെ തള്ളിപ്പറഞ്ഞിട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോവുക എന്ന് പറയപ്പെടുന്ന യാന്ത്രികമായൊരു പ്രക്രിയയിൽ ഒരു മനുഷ്യനും പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ മനുഷ്യരെയും പോലെ അവർക്കും ഹൃദയമുണ്ട്, അവർക്കും കുടുംബത്തോടുള്ള സ്നേഹമുണ്ട്, കുടുംബത്തിനായിരിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം വീട് വിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമർപ്പിതരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെയാണ് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ മുൻവിധികളോടുകൂടി കാണുകയും വിമർശിക്കുകയും കുറ്റം ആരോപിക്കുകയും ഒറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വേദനയോടുകൂടി ആശ്രമത്തിൽ ചേരുന്ന ഫ്രാൻസിസ്കോ ബ്രദർ പിയോ എന്ന പേര് സ്വീകരിക്കുകയാണ്. ജനുവരി 22-ാം തീയതി രാവിലെ ആശ്രമത്തിലെ അംഗങ്ങളെല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ആ പ്രാർത്ഥനയുടെ സമയത്ത് ലോകത്തെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഞാൻ വിട്ട് വന്നിരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ട് പുതിയ പേര് സ്വീകരിക്കണം. അങ്ങനെയാണ് പയസ് എന്നതിൻ്റെ ഇറ്റാലിയൻ രൂപമായ പിയോ എന്ന പേര് ഫ്രാൻസിസ്കോ സ്വീകരിക്കുന്നത്. ആ പേര് സ്വീകരിച്ചു എന്ന് വെച്ച് പിന്നീട് കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ഫ്രാൻസിസ്കോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളും അപ്പനെയും അമ്മയെയും കുറിച്ചുള്ള ആകുലതകളും വേദനകളും ചിന്തകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പച്ചയായ മനുഷ്യൻ. അതൊക്കെ അതേപടി ഇങ്ങനെ കഴുകിക്കളഞ്ഞിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ല. ക്രിസ്തു ആഗ്രഹിക്കുന്നു അത് തന്നെയല്ല. ക്രിസ്തു ആഗ്രഹിക്കുന്നത് അവരോടുള്ള സ്നേഹമൊക്കെ അതേപടി ഉണ്ട്, പക്ഷേ അവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുക. അതാണ് സുവിശേഷത്തിൽ പറയുന്നത്. ആ സ്നേഹത്തെ പ്രതി സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഓരോ സമർപ്പിതരുടെ മധ്യസ്ഥനായ അല്ലെങ്കിൽ വൈദികരുടെ മധ്യസ്ഥനായിട്ട് നമ്മൾ കാണുന്ന വിശുദ്ധ പാദ്രെ പിയോ ഓർക്കുമ്പോൾ ഓരോ സമർപ്പിതരും, അത് വൈദികരാകട്ടെ, സന്യസ്തരായിരിക്കട്ടെ, സന്യാസിനി അമ്മമാരായിരിക്കട്ടെ, ഈ ഓരോരുത്തരും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ മനുഷ്യനെ കാണാനായിട്ട്, അതിനോട് കാരുണ്യം കാണിക്കാനായിട്ട്, അവരുടെ ഉള്ളിലും കുടുംബത്തോട് സ്നേഹമുള്ളൊരു ഹൃദയമുണ്ടെന്നും അവരതൊക്കെ വിട്ടിട്ടാണ് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതെന്നുള്ളൊരു ബഹുമാനം കൊടുക്കാനും സ്നേഹം കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ? പാദ്രെ പിയോ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മുമ്പിൽ ഇന്ന് വയ്ക്കുന്നൊരു ചോദ്യം ഇതാണ്: എത്ര സമർപ്പിതരോട് നിങ്ങളങ്ങനെ ആ ഒരു മാനുഷികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? അതോ നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടി മാത്രമുള്ള അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നൊരു യന്ത്രം പോലെയാണോ സമർപ്പിതർ? അവർക്കും കുടുംബമുണ്ട്, അവരവിടെ നിന്ന് അകന്ന് നിൽക്കുന്നു. തീർച്ചയായിട്ടും വലിയ അകൽച്ചയൊന്നും ഇല്ലെന്ന് തോന്നും. എന്താ വ്യത്യാസം, ഇപ്പം എല്ലാവരും സമ്പാദിച്ച് കുടുംബത്തിന് കൊടുക്കുന്നു എന്നൊക്കെയുള്ള ദുരാരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വളരെ ലളിതമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും അടുപ്പമുള്ള സന്യസ്തരോ സമർപ്പിതരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ദിവസം ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്ന തുക, ഒരു സാധാരണ കൂലിപ്പണിക്കാരന് ശരാശരി കിട്ടാവുന്നൊരു തുകയുടെ 30 ദിവസം കണക്കനുസരിച്ചുള്ള ഒരു തുക വരികയാണെങ്കിൽ ആ തുകയ്ക്ക് അടുത്തുപോലും എത്താത്ത രീതിയിലുള്ള
സഹായമായിരിക്കും. ശമ്പളം എന്ന് പറയത്തില്ലൊരിക്കലും, സഹായമായിരിക്കും. ഒരു സമർപ്പിത മേഖലയിൽ നിന്ന് സമർപ്പിതന് ജീവിക്കാൻ വേണ്ടി ജീവാംശമായിട്ട് കിട്ടുന്ന, അങ്ങനെ ഒരു ജീവിക്കാനുള്ളൊരു ഇതായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊരു പരാതിയോ പരിഭവം എന്ന രീതിയിൽ പറയുന്നതല്ല. എന്തിനാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുപോയി കുടുംബത്തെ പച്ചപിടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിനെ മെച്ചമാക്കാൻ വേണ്ടി ഒരു സമർപ്പിതന് സാധിക്കത്തില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഇവരൊക്കെ ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, ഇങ്ങനെ ഇതെല്ലാം കൊണ്ടുപോയി കുടുംബത്തെ പുഷ്ടിപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ഒരുപക്ഷെ വളരെ റെയറായിട്ട് 100-1 2 പേരൊക്കെ അങ്ങനെ ഉണ്ടെന്നിരിക്കാം. പക്ഷേ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഓരോ സമർപ്പിതൻ്റെയും ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്. അയാളുടെ ഉള്ളിൽ സ്നേഹമുള്ള ഒരു മകനുണ്ട്, സ്നേഹമുള്ളൊരു സഹോദരനുണ്ട്, സ്നേഹമുള്ളൊരു ചേട്ടനുണ്ട്, ഒരു അനിയനുണ്ട് എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഒരു സമർപ്പിതനെയും സ്നേഹിക്കാനായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് പാദ്രിപ്പിയോ നമുക്ക് വയ്ക്കുന്നത്. വിശുദ്ധ പാദ്രിപ്പിയുടെ മാധ്യസ്ഥയിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സമർപ്പിതരെ വെറും ഒരു യന്ത്രമായി കാണാതെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി എവിടുന്നോ നിശ്ചിത കാലഘട്ടത്തിലേക്ക് അയക്കപ്പെട്ടൊരു കൂലിക്കാരെ കാണാതെ, അവരുടെ ഉള്ളിലും ഹൃദയമുണ്ട്, അവരും ഒരു കുടുംബത്തിലെ അംഗമാണ്. കുടുംബത്തെ വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിൻ്റെ വേദനകൾ അത് സമർപ്പിത ജീവിതത്തിൽ പാടില്ല എങ്കിൽ പോലും ക്രിസ്തുവിനോടാണ് കൂടുതൽ സ്നേഹം എന്നിരിക്കൽ ആ സ്നേഹത്തെ പ്രതി ഇറങ്ങിത്തിരിച്ച് എങ്കിലും ഉള്ള വേദനകൾ അവരുടെ ഉള്ളിലുമുണ്ട്. ആ വേദനകൾ തിരിച്ചറിയാനും അവരോട് സ്നേഹപൂർവ്വം ഇടപെടാനും ദുരാരോപണങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്താനും അവർക്കെതിരായുള്ള നീക്കങ്ങളിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്താനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അവർ കണ്ടറിയാനും അവരോട് സ്നേഹപൂർവ്വം ഇടപെടാനും സുഖമാണോ എന്നൊന്ന് ചോദിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ദുഃഖത്തിൽ ആശ്വാസമായി മാറാനും ഒക്കെയുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സമർപ്പിതരിൽ ക്രിസ്തുവിനെ കണ്ട് സ്നേഹിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അവരുടെ ബലഹീനതകളിൽ അവരെ ബലപ്പെടുത്തണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ആമേൻ.